സർവശക്തനാ, സർവത്തെയും സൃഷ്ടിച്ചവനാ, സർവത്തെയും ഭരിക്കുന്നവനാ. അവിടുന്ന് ദൈവം. സാറൊരിക്കലൊരു പ്രയോഗം കൊടുത്തു. സകല ലോകങ്ങൾക്കും ആദി കാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരുകവൻ. ചൊല്ലാൻ നേരമില്ല. ആഗമാകാരന്മാരിൽ ആദമൻ മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. അത് സാറ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്ന് ചൊല്ലിക്കോട്ടെ. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ ദൈവം, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ആഗമാകാരന്മാരിൽ ആദമൻ മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. ഇനി തിയോളജിയന്മാർക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് പിടികിട്ടും. ഏലൊന്നോര പ്രിയമാമോദിയത് മൂലവസ്തുവാദനുപദേശിച്ചിതല്ലോ ഈ ലോകി ശബ്ദായി യൂയലോകി അഡോണായി വിലോപമന്യേ യാഗ്വേ യഹോവ യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈ ജനാൻ പ്രകടിതമെന്നേ വേണ്ടു. കൂടവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടത്തൻ നിജാശകൻ ആത്മാവെന്ന് വരണ്ടും കാലാനുതാരം പ്രകടീകരിച്ചിടും പുഷ്പകാലത്ത് കളകണ്ടം കളകൂചിതം പോലെ. അതാ ദൈവം. കാശന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസറായൊരു ശിംശോൻ 1000 ബലിസ്തരെ കാശനെ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൻ ദൂഷകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമച്ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ? മോശയിന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ മുക്കുവന്മാര് ധീവരരെ ദാശരെ പ്രഭാഷണപ്പടുക്കളാക്കി തീർത്തു. മോശമായ ഒന്നുമില്ല നിന്നോട് കരം ചേർന്നാൽ. ഊഴിക്ക് നിർമ്മാതാവേ ദൈവനിർണയമാകും ഭഗവത് വ്യാഖ്യാന ഭംഗങ്ങളും. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ ദേവദേവ, നമസ്തേ നരജന ബാലന പാരായണ. പണ്ട് ഞാൻ ചൊല്ലിയപ്പോൾ ഒരു നല്ല പറഞ്ഞ് ഹിന്ദുമാർഗത്തിന് വന്നതിന്റെ ബന്ധനമാണ്. അവരോട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തനും സർവജ്ഞാനിക്കും സർവജ്ഞാനിക്കും സർവത്തെ സൃഷ്ടിച്ചവനാണ്. ഈ ദൈവത്തെ ഒരു കാലത്ത് അറിയത്തില്ല. അതാ എന്നാൽ അന്ന് നിങ്ങൾ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. അടുത്ത വാക്യം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. നാം ദൈവത്തെ അറിഞ്ഞു മാത്രമാണോ ദൈവം നിന്നെ അറിയുന്നുണ്ട്. മക്കളാരും നിന്നെ അറിയത്തില്ലെങ്കിൽ നിന്നെ അറിയുന്ന ദൈവമുണ്ട്. ഭർത്താവോ ഭാര്യയോ വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിൽ സ്നേഹിത സഹോദരി നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സഭക്കാരും നിന്നെ ചൊവ്വൻ അറിയത്തില്ലെങ്കിൽ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു കാലത്ത് ദൈവത്തെ അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചത്. എന്നാൽ ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞു. നേരത്തെ അങ്ങനെ ആയിരുന്നു. എഫേസ്യർ 2 കിടപ്പുണ്ട്. അവിടെ വയ്ക്കുന്നത് 2:2 വായിച്ചേ. ക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ 2 വായിച്ചോ. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ലോകത്തിന്റെ ആചാരവും അനുഷ്ഠാനവും ഒക്കെ അനുസരിച്ച് ഒരു കാലത്ത്